കേരളം നമ്പർ 1 എന്ന അവകാശവാദത്തിനേറ്റ വലിയ പ്രഹരമാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉയർത്തിയ പ്രാകൃതമായ നിലവാരമെന്ന വിമർശനം. അത് കേവലം ഒരു കുറ്റപ്പെടുത്തൽ മാത്രമല്ല, മറിച്ച് സംവിധാനത്തിനേറ്റ ആഴത്തിലുള്ളതും ഘടനാപരവുമായ പരാജയമാണ് വിളിച്ചോതുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ നടത്തിപ്പിലെയും അടിസ്ഥാന സൗകര്യങ്ങളിലെയും പോരായ്മകൾ ഡോക്ടർ ഹാരിസ് ഒരിക്കൽ കൂടി പൊതുജനങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുന്നു. മെഡിക്കൽ കോളേജ് എല്ലാ ജില്ലയിലും തുടങ്ങിയെന്നത് രാഷ്ട്രീയത്തിൽ ഒരു അവകാശവാദം ആയിരിക്കാം. എന്നാൽ ഒരു റഫറൽ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി കേന്ദ്രത്തിൽ പോലും രോഗിയെ തറയിൽ കിടത്തി ചികിത്സിക്കേണ്ടി വരുന്നത് പ്രാഥമിക പരിശോധനാ സൗകര്യങ്ങളുടെയും ബെഡുകളുടെയും അത്യാഹിത വിഭാഗങ്ങളുടെയും എണ്ണത്തിലുള്ള ഗുരുതരമായ അപര്യാപ്തതയാണ് സൂചിപ്പിക്കുന്നത്. ഇത് നടത്തിപ്പിനെയും ഫണ്ട് വിനിയോഗത്തിലെയും പാളിച്ചകൾ വ്യക്തമാക്കുകയാണ്. ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കാത്തത് ചികിത്സയുടെ ഗുണനിലവാരത്തെ നേരിട്ട് ബാധിക്കുന്നു. നായയെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും ഞങ്ങളെ നോക്കുന്നില്ല എന്ന വേണുവിന്റെ ശബ്ദ സന്ദേശം മാത്രം മതി ഇന്നത്തെ ആരോഗ്യമന്ത്രി രാജിവെച്ചു പോകാൻ. ഭരണപരമായ മേൽനോട്ടത്തിന്റെ അഭാവമാണ് ഇത്തരം പ്രവണതകൾക്ക് കാരണമാകുന്നത്. മുൻപ് ഇതേ അവസ്ഥ ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹത്തെ അപമാനിച്ചും അവഗണിച്ചും സർക്കാർ സിസ്റ്റം ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ കരിയർ പോലും നശിപ്പിക്കാനാണ് ശ്രമിച്ചത്. മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി പൊതുജനം സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് എന്നൊരു സർക്കാർ ഡോക്ടർ പരസ്യമായി പറയുന്നത് ഏറ്റവും നാണക്കേടാണ്. ആരോഗ്യരംഗത്തെ നിലവിലെ പ്രതിസന്ധിയുടെ ആഴമാണത് വ്യക്തമാക്കുന്നത്. സാധാരണക്കാരന്റെ ആശ്രയമായ സർക്കാർ ആശുപത്രികൾ അടിസ്ഥാന ചികിത്സ പോലും നിഷേധിക്കുമ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ കൂടുതൽ കടക്കെണിയിലാകുന്നു. ഇത് പൊതുജനാരോഗ്യ സംവിധാനത്തിലുള്ള വിശ്വാസ്യത പൂർണ്ണമായും തകർക്കുന്നു. ആരോഗ്യരംഗത്തെ സാമൂഹിക അസമത്വം വർദ്ധിപ്പിക്കുന്നു. നാടെങ്ങും മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുന്നതല്ല പ്രധാനം, നിലവിലുള്ള സംവിധാനങ്ങളുടെ നിലവാരം പ്രാകൃതമല്ലാത്ത രീതിയിലേക്ക് ഉയർത്തുകയാണ് വേണ്ടത് എന്ന ഡോക്ടറുടെ തുറന്നുപറച്ചിൽ സർക്കാരിന് ഒരു സന്ദേശമാണ്. ഇനി ഒറ്റ ചോദ്യം: ഡോക്ടറുടെ ചോദ്യങ്ങൾക്ക് സർക്കാരിന് മറുപടിയുണ്ടോ? ഇല്ലെങ്കിൽ ആരോഗ്യ കേരളം നമ്പർ 1 എന്ന ഇനി വീമ്പു പറയരുത്.